നമസ്കാരം. കോവിഡ് കാലം കൂടെ കൊണ്ടുവന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് ഓൺലൈൻ ആയിട്ടുള്ള സർവീസുകളാണ്. ഓൺലൈൻ ട്യൂഷൻ, ഓൺലൈൻ ക്ലാസ്സസ്, ഓൺലൈൻ ഷോപ്പിംഗ്. ഇനി എന്താണ് ഓൺലൈൻ അവൈലബിൾ അല്ലാത്തത് എന്നേ ചോദിക്കാനുള്ളൂ. ഇക്കാലഘട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇംഗ്ലീഷ് ഭാഷയുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഇപ്പോൾ ഈയിടെ തന്നെ UK പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങളുടെ ഭാഷ പഠിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന്. IELTS ഇല്ലാതെ പോകാനുള്ള നമ്മുടെ ഒരു ആഗ്രഹം കാരണം ഇംഗ്ലീഷ് ഭാഷയുടെ സ്റ്റാൻഡേർഡ് കുറഞ്ഞു വരികയാണ്. ഇതിനൊരു പരിഹാരമാണ് നേരിട്ട് വന്ന് IELTS ഭാഷയുടെ ട്രെയിനിങ് എടുക്കുക എന്നുള്ളത്. അതിന് വേണ്ടത് നല്ല ഒരു ട്രെയിനിങ് സംവിധാനമാണ്. കരിയർ വേവിൽ ഞങ്ങൾ ഓഫർ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരു ട്രെയിനിങ് ആണ്. ഇനി ഇത് ഒരു പ്രത്യേക രീതി അതിൽ അവലംബിച്ചിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഓൺലൈനും ഓഫ്ലൈനും ചേർന്ന ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 4 ദിവസം ക്ലാസ്സിൽ വന്നു 1 ദിവസം വരാൻ പറ്റിയില്ലെങ്കിൽ വീട്ടിലിരുന്നു തന്നെ പഠിക്കാൻ സാധിക്കും. അതല്ല ഒരു ഡ്യൂട്ടി ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കണമെങ്കിൽ തീർച്ചയായും പകുതി സമയം ക്ലാസ്സിൽ വന്നും പകുതി സമയം വീട്ടിലിരുന്നും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഇങ്ങനെ ഉള്ള ഒരു സംവിധാനം ഉള്ളത് കൊണ്ട് തന്നെ നല്ല റിസൾട്ടാണ് കരിയർ വേവിൽ IELTS ഉള്ളത്. ഇന്ന് IELTS കരിയർ വേവിൽ വിജയകരമായി പൂർത്തിയാക്കിയ ഒരാളെ നമുക്ക് പരിചയപ്പെടാം. ഗൗതം സായ്. ഹായ് ഗൗതം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താണ് IELTS കരിയർ വേവിലെ ഒരു എക്സ്പീരിയൻസ്? മാം, സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ കരിയർ വേവ് വരുന്നതിന് മുമ്പ് എൻ്റെ ഇംഗ്ലീഷ് വളരെ മോശമായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഇല്ല. പിന്നെ ഒരുപാട് പ്രോബ്ലംസ്, എനിക്കങ്ങനെ പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റുന്നില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഞാൻ ഫേസ് ചെയ്തിട്ടാണ് കരിയർ വേവ് വന്നത്. അപ്പം ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു എൻവയൺമെൻറ്റ്, ആക്ച്വലി ഹെൽത്തി എൻവയൺമെൻറ്റ് ആൻഡ് പ്രൊഫഷണൽ ടീച്ചേഴ്സ് ആൻഡ് ഓൾസോ വി ഗോട്ട് എ ലോട്ട് ഓഫ് മെറ്റീരിയൽസ് ഫോർ അവർ സ്റ്റഡീസ് ആൻഡ് മെനി അതർ പർപ്പസസ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് പഠിക്കാനുള്ളൊരു ഉള്ളിൽ നിന്നൊരു ഇത് വരും. അതായത് ഇംഗ്ലീഷ് നമുക്ക് അറിയത്തില്ല എന്നൊരു പ്രശ്നമല്ലാതെ നമ്മളത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും സംസാരിക്കാനും പിന്നെ കോൺഫിഡൻറ്റും എല്ലാം നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പം ആ ഒരു എൻവയോൺമെന്റ് ആണ് എനിക്ക് ഇവിടെ കരിയർ വേവ് വന്നതിന് ശേഷം കിട്ടിയിരിക്കുന്നത്. താങ്ക് യു. എന്താണ് ഫ്യൂച്ചർ പ്ലാൻ ഗൗതമിന്റെ? എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ അബ്രോഡ് പോകാൻ. അബ്രോഡ് ഡെഫിനറ്റ്ലി ഓസ്ട്രിയ അങ്ങനത്തെ കൺട്രീസാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അതിന് നമുക്ക് IELTS 6.5 സ്കോർ ആണ് ബേസിക് വേണ്ടത്. അപ്പം അത് കിട്ടി 7 സ്കോർ കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പം അതിന് ഫ്യൂച്ചർ പ്രൊസീഡിങ്സ് ആയിട്ട് പോകാൻ വേണ്ടിയാണ് ഇപ്പോഴത്തെ കറന്റ് പ്ലാൻ. ശരി, അപ്പൊ നല്ലൊരു ഭാവി ഗൗതമിനെ ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.